കേരള PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. പഠിച്ചത് ഉറപ്പിക്കുകയും വേണം, പഠിച്ചത് പൂർണ്ണമാക്കുകയും വേണം. കണക്ട് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമുക്ക് നോക്കൂ, നമ്മൾ സൂര്യൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എത്ര എളുപ്പമാണ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് 23.5 ഡിഗ്രി ഉത്തരായന രേഖ തൊട്ട് 23.5 ഡിഗ്രി ദക്ഷിണായന രേഖ വരെയാണ് അല്ലേ. ഈ 23.5 ഡിഗ്രിക്ക് എന്താണ് ബന്ധം? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും 23.5 ഡിഗ്രിയാണ്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ ഈ വസ്തുതയെ. അപ്പൊ അവിടെ സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പോയിന്റ് കിട്ടുന്നു? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും ഭൂമി സൂര്യന് ചുറ്റും ദീർഘവൃത്തത്തിൽ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടുമാണ് സൂര്യന്റെ ഈ ആപേക്ഷിക ചലനം ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് 23.5 ഡിഗ്രിയിൽ നിന്ന് 23.5 ഡിഗ്രിയിലേക്ക് പോകുന്നത്. അപ്പൊ 4 പോയിന്റുകളാണ് അവിടെ കിട്ടുന്നത്. ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രിയാണ്. സൂര്യന്റെ അയനം സംഭവിക്കുന്നത് ഈ 23.5 ഡിഗ്രിക്കും 23.5 ഡിഗ്രിക്കും ഇടയിലാണ്. ഉത്തരായന രേഖയ്ക്ക് ആ പേര് വരുന്നതും കണ്ടോ, ഉത്തരായനം. കണ്ടോ, സൂര്യന്റെ അയനം ഇതിനിടയിലാ ദക്ഷിണായനം. 3ാമത്തെ പോയിന്റായി. ഇനി അടുത്തത് എന്താണ്? ഇത് മൂലമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ഇത് ഒന്നിച്ച് നിൽക്കുകയാണ്. ഇത് പല ബ്ലോക്കിലായിട്ടാവും നിങ്ങളുടെ മനസ്സ് കിടക്കുന്നത്. ഒന്നിച്ചൊരൊറ്റ പോയിന്റ് ആയിട്ട് മാറുമ്പോൾ അത് ഓർത്തു വെക്കൽ എളുപ്പമായിട്ട് മാറുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദൻ MV വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമുക്ക് സമരാത്ര ദിനങ്ങൾ എന്താണെന്ന് നോക്കാം. കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം സമരാത്ര ദിനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ 4 ദിനങ്ങൾ നോക്കൂ, ഒന്ന് ഓർത്തു വയ്ക്കാം. അതും 23.5 ഡിഗ്രിയുമായി അതിന് ലോജിക്കലായി ഒരു ബന്ധവുമില്ല, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാം. ആ 23.5 എന്ന് പറയുമ്പോൾ നിങ്ങൾ സമരാത്ര ദിനങ്ങളും അയനാന്ത ദിനങ്ങളും 2 തരത്തിലുള്ള ദിനങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കേണ്ടത്. ഈ ദിനങ്ങൾ ഇനി ഒരുപാട് ചോദ്യങ്ങളിൽ വരും. ഋതുക്കളൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് ഈ ദിനങ്ങൾ, ഓർത്തു വയ്ക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 21, 23, 22 ആണ് ദിനങ്ങൾ. നോക്കൂ, 23നോട് ബന്ധപ്പെട്ട 21, 22, 23 എന്നുള്ളത്. ഇനി മാസങ്ങളോ, 3ാമത്തെ മാസം, 6ാമത്തെ മാസം, 9ാമത്തെ മാസം, 12ാമത്തെ മാസം. ഈ ദിനങ്ങൾ ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത് മാർച്ച് 21, ഇത് സെപ്റ്റംബർ 21, ഇത് ജൂൺ 21, ഇത് സെപ്റ്റംബർ 21, ഇത് സെപ്റ്റംബർ 23, ഇത് ഡിസംബർ 22. ഇങ്ങനെയുള്ള 4 ദിനങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ദിനങ്ങൾ വരുമ്പോൾ ഓർത്തു വെച്ചാൽ മതി. 3, 6, 9, 12 ഇതാണ് ആ മാസങ്ങൾ. സമരാത്ര ദിനങ്ങളും അതുപോലെ തന്നെ സമരാത്ര ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷുവങ്ങളും അതുപോലെ തന്നെ അയനാന്ത ദിനങ്ങളും എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അത് നമ്മൾ ആ മാസവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ ഇത് മാർച്ച് മാസമാണ് 3 എന്ന് പറഞ്ഞാൽ, 6 എന്ന് പറഞ്ഞാൽ ഏതാണ്? ജൂൺ മാസമാണ്. 9 സെപ്റ്റംബർ മാസമാണ്. 12 ഡിസംബർ മാസമാണ്. ഇനി ദിനങ്ങൾ എന്ന് പറയുന്നത് ഈ 23നോട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു. 23മായിട്ട് ലോജിക്കലായിട്ടോ യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധവുമില്ല, പക്ഷെ നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടി 21, 21 പിന്നെ ഏതാണ്? 23, 22. അപ്പൊ ഈ ദിനങ്ങളായി. ഈ ദിനങ്ങളിലാണ് കിടക്കുന്നത്. ഇത് ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ? നിങ്ങളൊരു കമന്റ് പറയും ഇങ്ങനെ ഓർത്തു വെച്ചാൽ. ഇതാണ് കണക്റ്റഡായി പഠിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം. ഇത് സാധാരണ ആരും ഓർത്തു വയ്ക്കാത്ത, പലരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഋതുക്കളെയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ദിവസവും ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. അതിന് പോളുകളുണ്ട്. കൂടാതെ നമ്മൾ ഈ കംപ്ലീറ്റ് സീരീസ്
വിൻഡോജുവിൻ്റെ ഈ PSC കംപ്ലീറ്റ് സീരീസിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഒരൊറ്റ ലിങ്കിൽ, ഇപ്പോൾ 5ാമത്തെ ക്ലാസ്സാണ്, ഇനി അങ്ങനെ തുടർന്നു പോകും. ഈ ക്ലാസ്സുകളൊക്കെ തന്നെ ഒരൊറ്റ ലിങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ നോട്ടുകളുമായി വീഡിയോ ക്ലാസ്സുകളുമായി ഒറ്റ ലിങ്കിൽ കിട്ടും. അതിൻ്റെ പോളുകളും ആ ടെലിഗ്രാമിൽ ഉണ്ടാകും. അതുകൂടാതെ മറ്റൊരു കാര്യം, ഒരു 7ാമത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി 8ാമത്തെ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ നിന്നും ഒരു ഓൺലൈൻ എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ടെലിഗ്രാം പോളുകൾ, ഒപ്പം കറണ്ട് അഫയേഴ്സ്, അതിൻ്റെ സ്മാർട്ട് നോട്ട്സ്, പിന്നെ കംപ്ലീറ്റ് നോട്ട്സ് ഒറ്റ ലിങ്കിൽ. കൂടാതെ നമ്മളൊരു ബാച്ച് ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി തുടങ്ങാം. ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടും. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് PDF-കളൊക്കെ തന്നെ അവിടെ കിട്ടും. നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളുടെ മുഴുവൻ, അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ മുഴുവൻ PDF അവിടെ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടുന്ന രീതി കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഇപ്പം സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നു. സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കും. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് നേരെയാകുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ സൂര്യൻ ഉത്തരായനവുമുണ്ട് ദക്ഷിണായനവുമുണ്ട് എന്നുള്ളത്. അതായത് സൂര്യൻ, ഇപ്പം ഇത് ഭൂമിയാണെങ്കിൽ, നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ, ഭൂമി ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ വരച്ചത് ഇങ്ങനെയായി പോയതാണ്, ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇനി ഇത് ഉത്തരായന രേഖയാണെന്ന് വിചാരിച്ചോളൂ. ഈ മുകളിലുള്ളതാണ് വടക്കു ഭാഗം 23.5 ഡിഗ്രി. അതുപോലെ ഇത് ദക്ഷിണായന രേഖയാണെന്നും വിചാരിക്കൂ, ഇതും 23.5 ഡിഗ്രി. ഇത് ഭൂമധ്യരേഖയാണ്. അപ്പോൾ സൂര്യൻ ഇതിനിടയിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോൾ, ഭൂമധ്യരേഖയ്ക്ക് സൂര്യൻ മുകളിൽ വരുന്നത് 2 തവണയാണ്. ഒന്ന് ഉത്തരായനത്തിന്റെ ദക്ഷിണായനത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ, അതായത് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് താഴോട്ട് വരുന്നതാണ് ദക്ഷിണായനം, തെക്കോട്ട് പോകുന്നത്. പിന്നീട് ദക്ഷിണായന രേഖയിൽ നിന്നും മുകളിലോട്ട് പോകുന്നത് ഉത്തരായനം. ഇവിടെ മുകളിലാണ്, സൂര്യൻ അങ്ങനെ മുകളിലേക്കും താഴത്തേക്കും അല്ല പോകുന്നത്. ഇതാണ് ഉത്തരായനവും ദക്ഷിണായനവും. അപ്പോൾ സൂര്യൻ ഉത്തരായനമാകും, ദക്ഷിണായനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരും ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ ഉത്തരായനത്തിലും ഒരു പ്രാവശ്യം മുകളിൽ വരും. ഇങ്ങനെ 2 തവണ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നേരെ വരുന്നുണ്ട്. ഈ 2 തവണ വരുമ്പോഴും ഭൂമിയിലെ ഏകദേശം പ്രദേശങ്ങളിലൊക്കെ തന്നെ രാത്രിയും പകലും തുല്യമായി, രാത്രിയും പകലും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിനെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ ഇക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാർച്ച്, സെപ്റ്റംബർ, ജൂൺ, ഡിസംബർ ഉണ്ടല്ലോ, അതിൽ 3ാമത്തെ മാസത്തിലും 6ാമത്തെ മാസത്തിലുമാണ് ഇത് നടക്കുന്നത്. ഈ 6 എന്ന് പറയുന്നത് പകുതിയാണല്ലോ. അന്ന് നമ്മൾ ഒരു വർഷത്തിന്റെ മധ്യമാണത് അല്ലെ, 6ാമത്തെ മാസം എന്ന് പറയുന്നത്. അപ്പം അത് മാർച്ച് 21-നും അതുപോലെ തന്നെ ഏതിനുമാണ് വരുന്നത്? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. മാർച്ച് 21 എന്ന് പറയുന്നത് വസന്ത സമരാത്രമാണ്. 4 ഋതുക്കളാണ് ഈ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം ഇന്ത്യയിൽ വേദ കാലഗണന പ്രകാരം 6 ഋതുക്കളുണ്ട്. പക്ഷെ നോർമലായി ഈ രീതിയിൽ പഠിക്കുമ്പോൾ 4 ഋതുക്കളാണ്. അത് തുടങ്ങുക വസന്ത ഋതുവിലാണ്. അത് മാർച്ച് മാസത്തിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ വേനൽ വരും. ഓക്കെ, അപ്പോൾ വസന്തം കഴിഞ്ഞാൽ ആരാണ്? വേനലാണ്. പിന്നെ ശരത്താണ്, പിന്നെ ശൈത്യമാണ്. അങ്ങനെ 4 ഋതുക്കളാണ്. അപ്പൊ ഈ 4 ഋതുക്കളിൽ വസന്തം തുടങ്ങുന്ന ആ മാർച്ച് 21 വസന്ത ഋതു തുടങ്ങുകയാണ്. ആ മാർച്ച് 21-ൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാണ്.
ആ മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുമ്പോൾ രാത്രിയും പകലും ഭൂമിയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുല്യമായിരിക്കും. സൂര്യൻ ഭൂമധ്യരേഖയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുക. ഇതിനെയാണ് വസന്ത വിഷുവം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? മാർച്ച് 21 വസന്ത വിഷുവം. വസന്ത ഋതു ഉത്തരാർദ്ധഗോളത്തിൽ തുടങ്ങും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്ത ഋതുവാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിൽ ശിശിരമായിരിക്കും. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ വസന്ത ഋതുവായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത് കാലമായി. അപ്പോ വസന്ത സമരാത്രം മാർച്ച് 21. ഇനി സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് ശരത് സമരാത്രമാണ്. ശരത് സമരാത്രം. ആ സെപ്റ്റംബർ 23 എവിടെയായിരിക്കും? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി. അപ്പൊ 2 ദിനങ്ങളിൽ, അത് 6-ാം മാസം എന്ന് പിടിച്ചാൽ മതി, പകുതി. അപ്പൊ സെപ്റ്റംബർ, അതിന്റെ പകുതി 3-ാം മാസം മാർച്ച്. മാർച്ച് 21, സെപ്റ്റംബർ 20. ഈ 2 ദിനങ്ങൾ ഓക്കെ ആയല്ലോ. ഇതാണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഈ മാർച്ച് 21 എന്ന് പറയുന്നത് വസന്ത വിഷുവം അഥവാ വസന്ത സമരാത്രം, ഇക്വിനോക്സ്. സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് ഏതാണ്? ശരത് സമരാത്രം, അതല്ലെങ്കിൽ ശരത് വിഷുവം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് എന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് സംഭവിക്കുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? മാർച്ച് സെപ്റ്റംബറിലാണ്. മാർച്ച് 21, സെപ്റ്റംബർ 23. അതുപോലെ തന്നെ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് സൂര്യരശ്മികൾ ലംബമായി വീഴുന്ന ദിനങ്ങൾ ഏതെല്ലാമാണ്? അതും മാർച്ച് 21, സെപ്റ്റംബർ 23. കാരണം അന്നാണ് സൂര്യരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ ലംബമായിട്ട് വീഴുന്നത്. 2 പ്രാവശ്യം, മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതൊക്കെ PSCക്ക് പലതവണ ചോദിക്കുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ വിഷുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്വിനോക്സ് ആണ്. സമരാത്ര ദിനങ്ങളിൽ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും, ഏകദേശം ഏറെക്കുറെ പ്രദേശങ്ങളിൽ, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായി. അപ്പൊ അത് ഉത്തര ധ്രുവമാണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലാട്ടെ ഈ രാത്രിയും പകലും തുല്യമായിരിക്കുന്നു. അപ്പൊ ഇത് ഉത്തര ധ്രുവമാണ്. അപ്പൊ നമുക്കറിയാം ഈ ഉത്തര ധ്രുവത്തിലാണ് എന്ത് വരുന്നത്? അവിടെ വസന്ത ഋതു മാർച്ച് 21 ആരംഭിക്കുന്നത്. അപ്പോ ദക്ഷിണ അർദ്ധഗോളത്തിൽ അത് ശരത്കാലമാണ്. ഇനി നമുക്ക് നോക്കാം സൂര്യന്റെ അയനാന്ത ദിനങ്ങൾ, ഋതുക്കൾ. ഇനി അയനാന്ത ദിനങ്ങളിലേക്ക് പോകാം. അപ്പൊ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യന്റെ ആപേക്ഷിക ചലനം എന്ന് പറയുന്നത് ഉത്തരായന രേഖ തൊട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഉത്തരായന രേഖയ്ക്ക് അപ്പുറത്തേക്കോ ദക്ഷിണായന രേഖയ്ക്ക് അപ്പുറത്തേക്കോ സൂര്യൻ കടന്നു പോകുന്നില്ല. അപ്പൊ സൂര്യന്റെ അയനത്തിന്റെ അന്തം അങ്ങനെ ആലോചിച്ചാൽ മതി. അയനാന്തം അത് ഉത്തരായനത്തിലാണ്, വടക്ക് ഭാഗത്ത്. ദക്ഷിണായനത്തിലാണ്, തെക്ക് ഭാഗത്ത്. ഈ സൂര്യൻ ഈ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും മുകളിൽ വരുന്ന ദിനങ്ങളാണ് അയനാന്ത ദിനങ്ങൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയനാന്ത ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പാണല്ലോ അത് മാർച്ച് 21 സെപ്റ്റംബർ 23 ഇനി 2 എണ്ണം ഉള്ളത്. ഒന്ന് ജൂൺ 21 തന്നെയാണ്, മറ്റൊന്ന് ഡിസംബർ 22. ഇതാണ് വരാൻ പോകുന്ന അയനാന്ത ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അയനാന്ത ദിനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ അയനാന്ത ദിനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ വസന്തകാലത്തെ കുറിച്ചൊന്ന് ഓർക്കാം. വസന്തകാലം എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. ഈ വസന്തകാലത്ത് സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്നു.
ഏതുവരെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന് പോകാൻ പറ്റുക? ഉത്തരായന രേഖ വരെ, 23.5 ഡിഗ്രി ഉത്തരായന രേഖ വരെയാണ് സൂര്യന് പോകാൻ പറ്റുക. അതായത് സൂര്യനെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് മാർച്ച് 21 സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് സൂര്യൻ വടക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് വസന്തകാലം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? വസന്തകാലം എന്ന് പറയുന്നത്. വസന്തകാലമാണ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. അപ്പൊ അത് ഓക്കെ ആയല്ലോ. മാർച്ച് 21 വസന്ത വിഷുവമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ശരത്കാലമാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ വസന്തകാലം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. അങ്ങനെ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിക്കുന്നു. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. അന്നാണ് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ എത്തുന്നത്. എന്നാണ് ജൂൺ 21. അപ്പോൾ ഇതിനെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നു. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ വേനലാണ്. ഇനി വരാൻ പോകുന്ന സീസൺ വേനലാണ്. ഓക്കെ. അപ്പൊ വസന്ത വിഷുവത്തിൽ നിന്ന് തുടങ്ങി ഗ്രീഷ്മ അയനാന്ത ദിനത്തിലേക്ക് എത്തി. വസന്ത വിഷുവം വസന്തത്തിന്റെ തുടക്കം സൂചിപ്പിക്കുന്നു ഉത്തരാർദ്ധഗോളത്തിൽ. ഗ്രീഷ്മ അയനാന്ത ദിനം ഗ്രീഷ്മത്തിന്റെ തുടക്കം സൂചിപ്പിക്കുന്നു. അപ്പോഴേക്കും സൂര്യൻ അയനാന്തം മാക്സിമം ഏറ്റവും അറ്റത്തെത്തി. എവിടെ എത്തി? ഉത്തരാർദ്ധഗോളത്തിലെ ഏത് രേഖയിലെത്തി? 23.5 ഡിഗ്രി ഉത്തരായന രേഖയിലെത്തി. എത്ര സിമ്പിളാണ് ഓർത്തു വെക്കാൻ. ഇതാണ് ജൂൺ 21 എന്ന് പറയുന്നത്. ഇത് വേനലിന്റെ തുടക്കമാണ്. വേനലിന് ഗ്രീഷ്മം എന്നും പറയും. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കും. ഇതിനെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കും. ഇനി സൂര്യൻ എന്ത് ചെയ്യുന്നു? അപ്പൊ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ വസന്തകാലം. അതിൽ മാർച്ച് 21 എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അത് വസന്ത വിഷുവമാണ്. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. അപ്പൊ വസന്തകാലത്ത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ വസന്തകാലത്ത് ആ ജൂൺ 21 മാക്സിമമായ ഉത്തരായന രേഖ വരെ എത്തി. ഇനി സൂര്യൻ തിരിച്ചു പോകണം. ആ തിരിച്ചുപോക്ക് ആരംഭിക്കുകയാണ്. ആ തിരിച്ചുപോക്ക് തെക്കോട്ടാണ്. അതുകൊണ്ട് ദക്ഷിണായനം ആരംഭിക്കുകയാണ്. അത് ജൂൺ 21 മുതൽ ഏതുവരെയാണ്? ആറാമത്തെ മാസമായി. ഇനി 9ാമത്തെ മാസം സെപ്റ്റംബർ 22 വരെയാണ്. ആ സെപ്റ്റംബർ 22 നിങ്ങൾക്കറിയാം, അത് ശരത് വിഷുവമാണ്. എന്ന് പറഞ്ഞാൽ ശരത്കാലം ആരംഭിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താരംഭിക്കുന്നു? ശരത്കാലം ആരംഭിക്കുന്നു. അപ്പോ ഇതേത് കാലമാണ്? ഇത് വേനൽക്കാലമാണ്. ഇത് വേനൽക്കാലമാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം തൊട്ടിട്ട് സെപ്റ്റംബർ 22 വരെയുള്ള ശരത് അയനാന്ത ദിനം, ശരത് വിഷുവം വരെ ഉള്ള യാത്ര അത് തെക്കോട്ടാണ്. അത് വേനൽക്കാലമാണ്. ആ വേനൽക്കാലം ആണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് വസന്തകാലം എടുക്കാം. വസന്തകാലം എന്ന് പറഞ്ഞാൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. അത് വസന്ത വിഷുവത്തിൽ നിന്ന് ആരംഭിച്ച് ഗ്രീഷ്മ അയനാന്ത ദിനം വരെ എത്തുന്നു. അഥവാ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ വടക്കോട്ട് സഞ്ചരിച്ച് ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുമ്പോൾ അന്ന് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലായിരിക്കും. കാരണം ഇപ്പോൾ സൂര്യൻ മാക്സിമം ഉത്തരാർദ്ധഗോളത്തിലാണ്. അവിടെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും. അപ്പോ ഗ്രീഷ്മ അയനാന്ത ദിനം സെപ്റ്റംബർ 22 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്തുറപ്പിക്കാം? ഉത്തരാർദ്ധഗോളത്തിൽ, ആ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കും, കൂടുതൽ നേരവും ലഭിക്കും, അല്ലേ? ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് സൂര്യപ്രകാശം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രീഷ്മ അയനാന്ത ദിനത്തിന്
ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും. നേരെ തിരിച്ചായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോകാം. അതാണ് നിങ്ങൾ ഈ 2 ഡേറ്റും വസന്ത കാലവുമായി ചോർക്കേണ്ടത്. ഇനി വേനൽക്കാലം വന്നു, ഞാൻ പറഞ്ഞു അത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. ഈ കാലം എന്ന് പറയുന്നത് വേനൽക്കാലമാണ്. അതുകൊണ്ടാണ് ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ വേനലാണ്. സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ടാണ് ഇനി സഞ്ചരിക്കുന്നത്. ഇത് ദക്ഷിണായനത്തിന്റെ തുടക്കമാണ്. സെപ്റ്റംബർ 23 സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലെത്തും. വേനൽക്കാലത്ത് ചൂട് വർദ്ധിക്കും, ജലസ്രോതസ്സുകൾ വറ്റും, കാട്ടുതീ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെ നോക്കുക, ഏതു മുതൽ ഏതുവരെ? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 22 വരെ വേനൽക്കാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ശിശിരകാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ശിശിരകാലമാണ്. ഇനി സെപ്റ്റംബർ 22 മുതൽ അടുത്തത് വരുന്ന ഏതാണ്? ഡിസംബർ. സെപ്റ്റംബർ 23 ആണ്. ഇത് സെപ്റ്റംബർ 23 ആണ് കേട്ടോ, സോറി. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടം. ആ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ശരത്കാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലമാണ്. സൂര്യൻ സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് അതിനെ ശരത് വിഷുവം എന്ന് വിളിക്കുന്നത്. കാരണം ശരത്കാലം തുടങ്ങുകയാണ്, ശരത് വിഷുവം എന്ന് വിളിക്കുന്നു. പക്ഷെ ഡിസംബർ 22 സൂര്യൻ എവിടെയാണ്? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. ഇനി അപ്പുറത്തേക്ക് സൂര്യന് പോവാനില്ല ദക്ഷിണാർദ്ധഗോളത്തിൽ. അതുകൊണ്ട് അയനത്തിന്റെ അന്തമാണ്. അതുകൊണ്ട് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. മാത്രമല്ല ദിനം അയനാന്ത ദിനമാണ്. ഇനി വരാൻ പോകുന്ന സീസൺ ശിശിരമാണ്. അതുകൊണ്ട് ഇത് ശിശിര അയനാന്ത ദിനമാണ്. ഇതെന്ത് ദിനമാണ്? ശിശിര അയനാന്ത ദിനമാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഡിസംബർ 22 ശിശിര അയനാന്ത ദിനമായിരിക്കുമെന്ന്. അപ്പൊ ഡിസംബർ 22 മുതൽ തുടങ്ങുന്ന കാലം അത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. കണക്ട് ചെയ്ത് വെച്ചാൽ വളരെ സിമ്പിളായി. അപ്പൊ ഡിസംബർ 22 മുതൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ശരത്കാലം. സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ശരത്കാലം തുടങ്ങുന്നതായതുകൊണ്ട് അത് ശരത് വിഷുവം. ആ സെപ്റ്റംബർ 22 മുതൽ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള ശരത്കാലത്തിൽ ഡിസംബർ 22 അയനാന്തം. എന്ത് അയനാന്തം? ശിശിര അയനാന്ത ദിനം. കാരണം ഇനി ശിശിരം തുടങ്ങാൻ പോവുകയാണ്. അന്ന് ഉത്തരാർദ്ധഗോളത്തിലല്ല സൂര്യൻ കിടക്കുന്നത്, അന്ന് ദക്ഷിണാർദ്ധഗോളത്തിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലായതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ പകലിന് ദൈർഘ്യം കുറവായിരിക്കും, രാത്രിക്ക് ദൈർഘ്യം കൂടുതലായിരിക്കും. നേരെ തിരിച്ചായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന് എന്തായിരിക്കും? ദൈർഘ്യം കൂടുതലും രാത്രി ദൈർഘ്യം കുറവുമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടുത്തെ ആ പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. അപ്പൊ ഹേമന്തകാലം എന്നും പറയും ഇതിനെ, ഹേമന്തകാലം എന്നും പറയും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്നു. ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനം ശൈത്യ അയനാന്ത ദിനം എന്നാട്ടോ പറയാം. ശിശിരമല്ല, ശൈത്യ അയനാന്ത ദിനം എന്ന് തന്നെ പറയാം. വിന്റർ സോളിസിറ്റ് എന്ന് പറയാം. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ പകൽ ഏറ്റവും കുറഞ്ഞതും രാത്രി ഏറ്റവും ദൈർഘ്യമേറിയതുമായിരിക്കും. ചൂട് കുറയുന്നു, മരങ്ങൾ ഇലപൊഴിക്കുന്നു. വരാനിരിക്കുന്ന ശൈത്യകാലത്തിൻ്റെ തയ്യാറെടുപ്പാണ്. ഉത്തരാർദ്ധകാലത്തിൽ ഹേമന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം ആയിരിക്കും. ഇനി ശൈത്യകാലം ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും എവിടേക്ക്? വടക്കോട്ട് അയനം ആരംഭിക്കുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ആരംഭിക്കുന്നു. മാർച്ച് 21 സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ശൈത്യകാലത്ത് താപനില ഗണ്യമായി കുറയുന്നു, രാത്രിയുടെ ദൈർഘ്യം കൂടുന്നു, വൃഷ്ടിപാതം കുറയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽക്കാലം ആയിരിക്കും.
സൂര്യൻ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് സഞ്ചരിച്ച് ഉത്തരായന രേഖ എത്തുന്ന ദിനം എന്ന് പറയുന്നത് അപ്പോൾ എന്നാണ് ഉത്തരായന രേഖയിൽ എത്തുന്നത്? ജൂൺ 21. വേനൽക്കാലം ഏത് കാലയളവിലാണ്? വസന്തകാലം കഴിഞ്ഞ് ജൂൺ 21 മുതൽ ഏതുവരെയാണ്? സെപ്റ്റംബർ 23 വരെയാണ്. അപ്പോൾ വേനൽക്കാലം ഏത് കാലയളവിലാണ് അനുഭവപ്പെടുന്നത്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത് ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്ന ദിനമാണ്. ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നതിന് മുമ്പ് ഹേമന്തകാലമാണ്. ആ ഹേമന്തകാലത്താണ് ഏറ്റവും അവസാനം സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നത്. അത് ഡിസംബർ 22 ശൈത്യകാലം തുടങ്ങുകയാണ് ശൈത്യ അയനാന്ത ദിനം. ഹേമന്തകാലം ഏത് കാലയളവിലാണ്? വസന്തവും വേനലും കഴിഞ്ഞിട്ടാണ് ഹേമന്തകാലം വരുന്നത്. ആ ഹേമന്തകാലം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ചാർട്ടിലൂടെ ഒന്നുകൂടി പോയി നോക്കാം. ചാർട്ടിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് തിരുത്തുന്നു. എന്തൊക്കെയാണ്? വസന്തകാലം മാർച്ച് 21 മുതൽ ഏതുവരെ? ജൂൺ 21 വരെ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ആ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഓർത്തു വെക്കാൻ 3, 6 ഓർത്തു വെച്ചാൽ മതി. 3 വസന്തകാലം. 6 മുതൽ 9 വരെ ഏത് കാലമാണ്? വേനൽക്കാലമാണ്. ഗ്രീഷ്മം എന്ന് വിളിക്കും. അപ്പൊ വസന്തം തുടങ്ങുന്നത് കൊണ്ട് ഇതിനെ വസന്ത വിഷുവം എന്ന് വിളിക്കുന്നു. 23.5 ഡിഗ്രി ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുമ്പോൾ അവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും. മാത്രമല്ല അത് വേനൽക്കാലത്തിന്റെ തുടക്കമാണ്. വേനലിന് ഗ്രീഷ്മം എന്നും പറയും. അതുകൊണ്ട് അയനത്തിന്റെ അന്തമാണ്, പക്ഷെ ഗ്രീഷ്മം തുടങ്ങുകയാണ്. അതുകൊണ്ട് ആ ദിനത്തെ സെപ്റ്റംബർ 23 ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കും. ഇനി ഗ്രീഷ്മം കഴിഞ്ഞാൽ സൂര്യൻ എവിടേക്കാണ് പോകുന്നത്? സെപ്റ്റംബർ 23 ആകുമ്പോഴേക്കും വീണ്ടും തെക്കോട്ട് യാത്ര ആരംഭിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെ. അത് വേനൽക്കാലമാണ്. ആ സെപ്റ്റംബർ 23 എന്ന് പറയുന്നത് ഏതിൻ്റെ തുടക്കമാണ്? ശരത്കാലത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് അതിനെ ശരത് വിഷുവം എന്ന് വിളിക്കും. അതിന് ഹേമന്തകാലം എന്നും നമുക്ക് പറയാം. അപ്പോൾ ഹേമന്തകാലം വന്നു അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഹേമന്തകാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ഡിസംബർ 22 ശൈത്യകാലം ആരംഭിക്കുന്നു. അത് അയനാന്തമാണ്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലെത്തി. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമായിരിക്കും. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനമാണ്. പിന്നീട് തിരിച്ച് സൂര്യൻ വീണ്ടും വടക്കോട്ട് അയനം ആരംഭിക്കുന്നു. അത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. അത് ശൈത്യകാലമാണ്. ഇത്രയേ ഉള്ളൂ. വൺസ് അഗൈൻ ഞാൻ പറയാം, ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. നമുക്ക് ആദ്യം ഡേറ്റുകൾ നോക്കാം. ആദ്യം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന ദിനങ്ങൾ നിങ്ങൾക്കറിയാം. അത് മാർച്ച് 21 അതുപോലെ തന്നെ സെപ്റ്റംബർ 22 ഇതറിയാലോ. മാർച്ച് 21 സെപ്റ്റംബർ 23 ഞാൻ അതിന് പലപ്പോഴും സെപ്റ്റംബർ 22 എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, മാർച്ച് 21 സെപ്റ്റംബർ 23 കേട്ടോ. ഇത് വിഷുവങ്ങളാണ്. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരികയാണ്. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ദിനരാത്രങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ടാണ് സമരാത്രങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് മാർച്ച് 21 സെപ്റ്റംബർ 23 വസന്തം തുടങ്ങുന്നത് കൊണ്ട് അത് വസന്ത വിഷുവമാണ്. ശരത്കാലം തുടങ്ങുന്നത് കൊണ്ട് ഇത് ശരത് വിഷുവമാണ്. ക്ലിയർ? മാർച്ച് 21 സെപ്റ്റംബർ 23 ഇത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. ഇനി മാർച്ച് 21 മുതൽ എവിടെ? ജൂൺ 21 വരെയുള്ള കാലഘട്ടം. അത് സൂര്യൻ എവിടേക്ക് സഞ്ചരിക്കുന്നു? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കോട്ട് സഞ്ചരിക്കുന്നു. അപ്പൊ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലഘട്ടത്തിൽ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന് മാക്സിമം, സൂര്യന്റെ ആപേക്ഷിക ചലനം ഏതുവരെയാണ്? ഉത്തരായന രേഖ വരെയാണ്. 23.5 ഡിഗ്രി ഉത്തരായന രേഖ വരെയാണ്. അതിനപ്പുറം പോരാൻ പറ്റില്ല. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തി. വടക്കോട്ടുള്ള അയനത്തിന്റെ അന്തമാണ്, അയനാന്ത ദിനമാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലം ഏതാണ്? വേനൽക്കാലമാണ്.
വേനലിന് ഗ്രീഷ്മം എന്ന പേര് പറയും. അതുകൊണ്ട് അത് ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഓക്കെ, ആ ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21 ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കും. ആ സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്ന ആ കാലഘട്ടം വേനൽക്കാലമാണ്. കാരണം ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഇപ്പോ സൂര്യന്റെ ദക്ഷിണായനം ആരംഭിച്ചു. സൂര്യൻ സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തി. ശരത്കാലം തുടങ്ങുകയാണ്. ഹേമന്തം എന്നും പറയും. അതുകൊണ്ട് ഇത് ശരത് വിഷുവമാണ്. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പൊ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ സൂര്യൻ ഡിസംബർ 22 അയനാന്തത്തിലെത്തി, അഥവാ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തി. ഇനി അപ്പുറത്തേക്ക് പോകാനില്ല. അതുകൊണ്ട് അത് അയനാന്ത ദിനമാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലം ശൈത്യമാണ്. അതുകൊണ്ട് ശൈത്യ അയനാന്ത ദിനമാണ് ആ ശൈത്യ അയനാന്ത ദിനം. അവ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടം ഹേമന്തകാലമാണ്. പിന്നീട് വീണ്ടും സൂര്യൻ വടക്കോട്ട് പ്രയാണം ആരംഭിക്കുന്നു. അത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. അതിനെ നമ്മൾ ഏത് കാലം എന്നും പറയുന്നു. ആ കാലത്തിനാണ് നമ്മൾ ശൈത്യകാലം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് സൂര്യൻ്റെ ദക്ഷിണായനവും ഉത്തരായനവും കേരളത്തിലെ കാലാവസ്ഥകളും അത് നമ്മളൊന്ന് പറഞ്ഞു. കൂടാതെ ഇന്ത്യയിലെ ഋതുക്കളെയും നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞു. ഇത് ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് മുഴുവൻ കണ്ടവർ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാവുന്നുണ്ടോ അതോ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.